ഹായ് വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. നമ്മൾ ഇന്നേ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഒന്ന് ചെയ്തു നോക്കാൻ പോവാണ്. ഈ ചോദ്യം നിങ്ങളെ എക്സാമിന് ഞാൻ മിക്കവാറും പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം ഇത് ഒരു രസമുള്ള കാര്യമാണ് കേട്ടോ. സോ ഏതാ ചോദ്യം? നിങ്ങൾ തമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, റിഫ്രാക്ഷൻ ത്രൂ എ ഗ്ലാസ് ലാബ്. അതായത് ഒരു ഗ്ലാസ് ലാബിലൂടെ പ്രകാശം കടന്നു വന്നാൽ അതിനെന്ത് മാറ്റങ്ങൾ വരും, അത് എങ്ങോട്ടേക്കാണ് ബെൻഡ് ചെയ്യുക, അങ്ങനെ വരുന്ന പ്രകാശരശ്മികൾ ഗ്ലാസ് ലാബിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതെന്താണ്, അങ്ങനെ നടക്കാനുള്ള കാരണം എന്താണ് എന്നൊക്കെയാണ് എക്സാമിന് ഉണ്ടാവുക ചോദ്യമായിട്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് പതുക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. നമുക്ക് ആദ്യം ഒരു ഗ്ലാസ് ലാബ് എടുക്കാം. നിങ്ങൾ എല്ലാവരും ഗ്ലാസ് ലാബ് കണ്ടായിരിക്കും. ഞാൻ ഗ്ലാസ് ലാബ് കണ്ടത് ഒരു സമയത്ത് സ്കൂളില് കച്ചറ ഉണ്ടാക്കിയിട്ട് നേരെ കൊണ്ടുപോയി പ്രിൻസിപ്പളിന്റെ മുമ്പിൽ ഇരുത്തിയ സമയത്താണ് ഞാൻ ഈ ഗ്ലാസ് ലാബ് നോട്ട് ചെയ്യുന്നത്. കാരണം മൂപ്പര് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുമ്പിലൊരു ടേബിളൊക്കെ ഉണ്ട്. ആ ടേബിളിന് മുന്നിൽ ഒരു ഗ്ലാസ് ലാബ് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസിന്റെ ഷീറ്റ് ഉണ്ടാവും. നിങ്ങൾ നോക്കാണ്ട് മിക്കവാറും നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ ചേരുന്നത് ഉണ്ടായിരിക്കും, പ്രിൻസിപ്പൽ ടേബിൾ ഉള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഗ്ലാസ് ലാബിലൂടെ നമ്മൾ നോക്കുന്ന സമയത്ത് അടിയിൽ വെച്ചിട്ടുള്ള ഒരുപാട് പേപ്പേഴ്സ്, ഫോട്ടോസ്, ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്യും പോലെ കുറച്ചിങ്ങനെ വലുതായി നിൽക്കുന്ന പോലെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന തോന്നാറുണ്ട്. അതിനെന്താണ് കാരണം എന്നൊക്കെ നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോവാണ്. റെഡി ആണല്ലോ? സോ ഞാൻ ഈ ഗ്ലാസ് ലാബ് ഒന്ന് ചെരിച്ച് വെക്കാം കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഗ്ലാസ് ലാബ്. ഈ ഗ്ലാസ് ലാബിലേക്ക് ഒരു പ്രകാശം വരിക എന്ന് പറയുമ്പം വായുവിൽ നിന്നും ഗ്ലാസ്സിലേക്ക് അടക്കം പോലെ ആയിരിക്കുമല്ലോ, അല്ലേ? എയർ ടു ഗ്ലാസ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്ലാസിനെ കറക്റ്റ് ആയിട്ട് ഗ്ലാസ്സിലേക്ക് പ്രകാശം കടത്തിവിടാം. പ്രകാശം വരുന്നു, അത് ഗ്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ശരിക്ക് ഈ ഗ്ലാസ് ലാബ് ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലൈറ്റ് റേ നേരെ എങ്ങനെ പോകേണ്ട ആളായിരുന്നു. അപ്പൊ നമുക്ക് ഈ രേഖയെ ആക്ച്വൽ റേ പാത്ത്, അല്ലെങ്കിൽ ശരിക്കും പ്രകാശരശ്മി പോകേണ്ട രേഖ, അല്ലെ, പ്രകാശരശ്മി പോകേണ്ടിയിരുന്ന രേഖ എന്ന് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കും. ഈ രേഖയിലാണ് പോകേണ്ടത്. നമുക്കിവിടെ ഒരു ലംബം വരയ്ക്കേണ്ടതുണ്ട്. ലംബം വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ഇവിടെ ലംബം നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രകാശരശ്മി ഗ്ലാസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ലംബത്തോട്, ഇതല്ലേ ലംബം, ഇതിനോട് അടുക്കുകയാണ് ചെയ്യുക, അകലെയാണ് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയതിലേക്ക് കടക്കുകയാണെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയതിലേക്ക് കടക്കുന്നു. ഒപ്റ്റിക്കലി റേറർ മീഡിയത്തിൽ നിന്ന് ഡെൻസർ മീഡിയത്തിലേക്ക് കടക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ ആണ്, ശരിയല്ലേ? അപ്പോ നമ്മളിതാ ലംബം ഇവിടെ വരച്ചിട്ടുണ്ട്. ലംബം ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരച്ചു. ഇവിടെ ബ്ലാക്ക് കളറായാലും കാണാതാ, ഇങ്ങനെ ഇതായിട്ട് ലംബം. ഈ ലംബത്തോട് എന്താവുന്ന പറയുന്നത്? ലംബത്തോട് ഇങ്ങോട്ടേക്ക് അടുക്കുകയാണ് ചെയ്യുക, പ്രകാശം ചെയ്യുക. വേഗത കുറയുന്നു. സോ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് ഇങ്ങനെ ലൈറ്റ് റേ കിട്ടും. കണ്ടോ, നിങ്ങൾ ലൈറ്റ് റേ വന്ന് കണ്ടല്ലോ? കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വന്ന ലൈറ്റ് റേ, ഇങ്ങനെ പോകേണ്ട ലൈറ്റ് റേ ബെൻഡ് ടുവേഴ്സ് ദ നോർമൽ, നോർമലിലേക്ക്, ലംബത്തിലേക്ക് അടുത്തു. ഇനി ഈ പോവേണ്ട മഹാൻ ഇങ്ങനെയാണ് പോവേണ്ടത്. അങ്ങനെ പോവോ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഗ്ലാസിൽ നിന്നും വായുവിലേക്ക്, ഡെൻസർ ടു റേറർ, അല്ലെ, സാന്ദ്രത കൂടിയെന്ന് കുറഞ്ഞതിലേക്ക്. അപ്പൊ എന്ത് സംഭവിക്കും? നമുക്ക് ഇവിടെ എന്ത് വരയ്ക്കണം? ലംബം വരയ്ക്കേണ്ടതുണ്ട്. സോ ഇതാണ് നമ്മുടെ ലംബം, കണ്ടല്ലോ, ഇതാണ് ലംബം. അപ്പൊ നിങ്ങൾ പറയേണ്ടതുണ്ട്, ഈ ലൈറ്റ് റേ ഒന്നെങ്കിൽ ലംബത്തിലേക്ക് അടുക്കും, അല്ലെങ്കിൽ ലംബത്തിൽ നിന്ന് അകലും. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണെന്ത്? when a light ray entry from denser medium to rarer medium, it bend away from the normal. സ്പീഡ് കൂടുകയാണ് ചെയ്യുക, ശരിയല്ലേ? പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞിലേക്ക് പ്രകാശം കടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സ്വാഭാവികമായിട്ടും അതിന്റെ വേഗത കൂടുകയും അതിങ്ങനെ തെറിച്ചു പോവുകയും ചെയ്യും, ശരിയല്ലേ? സോ ലംബത്തിൽ നിന്ന് അകലാണ് ചെയ്യുക. സോ ഇങ്ങോട്ടേക്കാണ് പ്രകാശം പോവുക. കണ്ടോതാ, ഇങ്ങനെയാണ് പോയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് ഇപ്പൊ പ്രകാശം പോയെന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലേ? സോ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ രണ്ട് രശ്മികളെ പറ്റിയാണ്. ഒന്ന്, ഇതാണ് നമ്മുടെ പുറത്തേക്ക് വരുന്ന രശ്മി, അല്ലെങ്കിൽ എമർജന്റ് റേ എന്ന് പറയും. ഇതാണ് എമർജന്റ് റേ, പുറത്തേക്ക് വരുന്ന രശ്മി. ഇതാണ് ആക്ച്വൽ റേ പാത്ത്, അല്ലെങ്കിൽ പ്രകാശരശ്മി പോകേണ്ടിയിരുന്ന പാത.
ഇത് രണ്ടും നിങ്ങൾ നോക്കുമ്പോൾ നോക്കൂ, റെയിൽവേ പാളങ്ങൾ പോലെ അതാ കറക്റ്റായിട്ട് സമാന്തരമായിട്ട് ഇവർ പോവാം. എങ്ങനെയാ പോകുന്നത്? സമാന്തരമായിട്ടാണ് ഈ രണ്ട് രശ്മികളും കടന്നു പോകുന്നത് മനസ്സിലാക്കാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ഫിഗർ ആയി ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക. പ്രകാശ് മാത്രം തരും, ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ വരയ്ക്കേണ്ടി വരും. ഓക്കെ ആണല്ലോ? വരയ്ക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഇതേപോലെ ആക്ച്വൽ റേ പാത്ത് വരയ്ക്കുക. ശേഷം വരുന്ന പ്രതിപതന രശ്മിയാണത്. ഇവനാണ് പ്രതിപതന രശ്മി. നമുക്കിവനെ റിഫ്രാക്റ്റർ റേ എന്ന് പറയാൻ പറ്റും. അത് ബെൻഡ് ചെയ്യുന്നു. അതിനുശേഷം പുറത്തേക്ക് വരുന്ന എമർജന്റ് റേ അല്ലെങ്കിൽ ആ പുറത്തുവരുന്ന രശ്മി നമ്മൾ ഓൾറെഡി വരച്ചിരിക്കുന്ന രേഖയ്ക്ക് സമാന്തരമായിട്ട് വരയ്ക്കണം. അങ്ങനെ വരച്ചില്ലെങ്കിൽ മാർക്ക് പോകുന്നതാണ് കേട്ടോ. ഇനി എന്താ അങ്ങനെ സംഭവിക്കാനുള്ള കാരണം നമുക്ക് നോക്കാം. ഗ്ലാസ് സ്ലാബിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശരശ്മി പതനരശ്മിയുടെ ദിശയ്ക്ക് സമാന്തരമായിരിക്കും. എമർജന്റ് റേ ഈസ് പാരലൽ ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് റേ. കണ്ടോ? എന്തായാലും കാരണം അതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതാണ് കാരണം. ഗ്ലാസ് സ്ലാബിന്റെ ഇരുമുഖങ്ങൾ നമുക്ക് വേണേൽ മുഖത്തിന്റെ പേര് കൊടുക്കാം. ഇത് AB എന്നും കൊടുക്കാം, ഇവനെ CD എന്നും കൊടുക്കാം. AB-യിൽ നടക്കുന്ന അപവർത്തനം കണ്ടോ? അപവർത്തനം എന്താണ്? CD-യിൽ നടക്കുന്ന അപവർത്തനത്തിന് തുല്യമാണ്. പക്ഷെ അതെന്താണ്? വിപരീതമാണ്. സോ ഇവിടെ എന്താണോ നടക്കുന്നത്, എത്രമാത്രം ഇങ്ങോട്ടേക്ക് ബെൻഡിങ് ഉണ്ടായിട്ടുണ്ടോ, എത്രമാത്രം ബെൻഡിങ് ഉണ്ടായിട്ടുണ്ടോ അത്രമാത്രം ബെൻഡിങ് എവിടെ ഉണ്ടാവും? ഇവിടുന്ന് ഇങ്ങോട്ട് ഉണ്ടാവും. സോ എന്താണോ ഇവിടെ നടന്നിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ഇവിടെ നടക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ഗ്ലാസ് സ്ലാബിന്റെ ഇരുമുഖങ്ങളിലും നടക്കുന്ന അപവർത്തനം പരസ്പരം തുല്യവും വിപരീതവുമാണ്. The bending of the ray of light at the opposite parallel faces are equal and opposite. പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൺ. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. സോ ഇതേപോലെയുള്ള കണ്ടന്റ് വീഡിയോസും അടിപൊളി ലൈവുകൾക്കൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം? മസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാവരും വരട്ടെ, നമ്മുടെ ചാനലിനെ പറ്റി അറിയട്ടെ. സൂപ്പറായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇത് നമുക്ക് ഓണപരീക്ഷയൊക്കെ വരാൻ പോകുന്നത് നമ്മൾ നാളെ മുതൽ നമുക്ക് പെർഫെക്റ്റ് ആയ വൺ ഷോട്ട് സീരീസ് ലൈവുകളൊക്കെ വരുന്നുണ്ട്. സോ എല്ലാവരും വരിക. കൃത്യം 7 മണിക്ക് ലൈവൊക്കെ ആരംഭിക്കും. സോ നമുക്ക് എന്ത് ചെയ്യാം? കമ്മിങ് ഡേയ്സിൽ കാണാം. ഇപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.